എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കരിയർ ഗ്രോത്ത് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ പ്രൊഫഷണലുകളും അതല്ലെങ്കിൽ ഭൂരിഭാഗം പ്രൊഫഷണലുകളും പേടിക്കുന്ന, എന്നാൽ പഠിച്ചെടുത്താൽ നിങ്ങളുടെ കരിയർ പാടെ മാറ്റാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽസ്, അതിനെക്കുറിച്ചാണ്. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഒരു ടെക്നീഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആണ്, എനിക്ക് എന്തിനാണ് പ്രസൻറ്റേഷൻ? സുഹൃത്തുക്കളെ, ഇന്ന് ഒരു കോമ്പറ്റേറ്റീവ് വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എത്ര ജോലി ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി ആ ജോലി എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ പ്രമോഷനും ഇൻക്രിമെൻറ്റും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും പ്രസൻറ്റേഷൻ സ്കിൽസ്? പലരും വിചാരിക്കുന്നത് കുറച്ച് സ്ലൈഡുകൾ ഉണ്ടാക്കി അത് വായിക്കുന്നതാണ് പ്രസൻറ്റേഷൻ എന്നാണ്. സത്യത്തിൽ അതല്ല. പ്രസൻറ്റേഷൻ സ്കിൽസ് എന്നാൽ ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് യുവർ ഐഡിയാസ് എഫക്റ്റീവ്ലി എന്നാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽസിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എഫക്റ്റീവായി അവതരിപ്പിക്കാം എന്നുള്ളതാണ്. ഇതിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. 1, കോൺഫിഡൻസ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്കുള്ള ആത്മവിശ്വാസം. 2, ക്ലാരിറ്റി, കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ കാര്യം ലളിതമായി പറയുക. 3, കണക്ഷൻ, കേൾവിക്കാരുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. നിങ്ങളുടെ ഐഡിയ എത്ര മികച്ചതാണെങ്കിലും അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയമായി മാറും. ഒരു സിനിമയുടെ കഥ പോലെയാണത്. കഥ നല്ലതാണെങ്കിലും സംവിധായകൻ അത് മോശമായി കാണിച്ചാൽ നമ്മൾ പറയും പടം പോരാ. അത് തന്നെയാണ് ഓഫീസിലെ കാര്യവും. ഒരു മത്സരബുദ്ധിയുള്ള കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറുള്ള ഒരു ഓഫീസിൽ പ്രസൻറ്റേഷൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു സീറ്റിനായി 10 പേർ മത്സരിക്കുകയാണ്. അവിടെ നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനാകും? 1, നിങ്ങളുടെ വിസിബിലിറ്റി. മീറ്റിങ്ങുകളിൽ മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നവർ പെട്ടെന്ന് സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടും. 2, പെർസുവേഷൻ. നിങ്ങളുടെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യണമെങ്കിൽ മാനേജരെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഈ സ്കിൽ വേണം. 3, ലീഡർഷിപ്പ്. ഒരു നല്ല ലീഡർ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ കഴിവ് അത്യാവശ്യമാണ്. പ്രസൻറ്റേഷൻ സ്കിൽസ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. കൂടെ എനിക്ക് പേടിയാണ്, ഞാൻ ഇത് എങ്ങനെ പഠിക്കും? ചില പ്രായോഗിക വഴികൾ നമുക്കൊന്ന് നോക്കാം. 1, പ്രിപ്പറേഷൻ, അതായത് തയ്യാറെടുപ്പ്. ഒരിക്കലും തയ്യാറെടുപ്പില്ലാതെ പ്രസൻറ്റേഷൻ നടത്തരുത്. നിങ്ങളുടെ ഓഡിയൻസ് ആരാണ് എന്ന് മനസ്സിലാക്കുക. ബോസിന് വേണ്ടത് ഡാറ്റയാണെങ്കിൽ സഹപ്രവർത്തകർക്ക് വേണ്ടത് ആ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവായിരിക്കും. 2, 10, 20, 30 എന്നൊരു റൂളുണ്ട്. ഗൈ കവാസാക്കി പറഞ്ഞ ഒരു നിയമമുണ്ട്. 10 സ്ലൈഡുകളിൽ കൂടുതൽ ഉണ്ടാവരുത്, 20 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്, ഫോണ്ട് സൈസ് 30-ൽ കുറയരുത്. സ്ലൈഡുകളിൽ വരിവരിയായി എഴുതി വയ്ക്കാതെ ചിത്രങ്ങളും ഗ്രാഫുകളും ഉപയോഗിക്കുക. 3, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്. കൈകൾ കെട്ടിപ്പിടിച്ച് നിൽക്കാതെ നേരെ നോക്കി സംസാരിക്കുക. ഇടയ്ക്കിടെ ഐ കോൺടാക്റ്റ് നിലനിർത്തുക. ഇത് നിങ്ങൾ ആത്മവിശ്വാസമുള്ള ആളാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പിക്കും. 4, പ്രാക്ടീസ്, പരിശീലനം. നിങ്ങളുടെ ഫോൺ എടുക്കുക, സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക, പിന്നീട് അത് കണ്ടു നോക്കുക. എവിടെയാണ് പിഴച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കണ്ണാടിയുടെ മുന്നിൽ നിന്നുള്ള പ്രാക്ടീസും വളരെയധികം ഫലപ്രദമാണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി, അതാണ് 5. പ്രസൻറ്റേഷൻ കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും. അതിനെ പേടിക്കരുത്. ഉത്തരം അറിയില്ലെങ്കിൽ അതൊരു നല്ല ചോദ്യമാണ്, ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളോട് പിന്നീട് പറയാം എന്ന് ധൈര്യമായി പറയണം. സ്റ്റേജിൽ കയറുമ്പോൾ കൈകാലുകൾ വിറയ്ക്കുന്നത് സ്വാഭാവികമാണ്. അതിന് നമ്മൾ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് വിളിക്കും. ഇത് മാറാൻ ഏറ്റവും നല്ല വഴി ഡീപ്പ് ബ്രീത്തിങ് ആണ്. സംസാരിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദീർഘമായി ശ്വാസം എടുക്കുക.
ആദ്യത്തെ 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി താനേ മാറിക്കൊള്ളും. ഓർക്കുക, അവിടെ ഇരിക്കുന്നവർ നിങ്ങളെ തോൽപ്പിക്കാൻ വന്നവരല്ല, നിങ്ങളുടെ ഐഡിയ കേൾക്കാൻ വന്നവരാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്രസൻറ്റേഷൻ സ്കിൽസ് എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, മറിച്ച് നിരന്തരമായ പ്രാക്ടീസിലൂടെ ആർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ്. ഈ ആഴ്ച ഓഫീസിൽ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും പ്രസൻറ്റ് ചെയ്യുവാനായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഉപകാരപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി കാണാം. ബി കോൺഫിഡൻറ്റ്, കീപ് ഗോയിങ്. നന്ദി. താങ്ക് യു.